ഇന്ന് അൺമാസ്കിംഗ് അനോമലീസിൽ ഒരു സ്പെഷ്യൽ ആയ ഒരു വീഡിയോ ആണ്. ഇന്ന് നമ്മുടെ കൂടെയുള്ള സുഹൃത്ത്, അദ്ദേഹം മുൻപ് ഒരു ഹോമോസെക്ഷലായി ജീവിച്ച്, ഒരു ഗേ ആയി ജീവിച്ച്, ആ രൂപത്തിലൂടെ ഉള്ളൊരു ജീവിതത്തിലൂടെ കടന്നുപോയി അവസാനം തിരിച്ച് ഒരു സ്ട്രെയിറ്റ് ആയ ഒരു ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബഹുമാന്യനായ ഒരു സുഹൃത്താണ്. അപ്പോൾ ആദ്യമായി ഈ ഒരു ഇന്റർവ്യൂവിലേക്ക് ക്ഷണിക്കുകയാണ്. സ്വാഭാവികമായിട്ടും സമൂഹത്തിലുള്ള പല വിഷയങ്ങളുകൊണ്ട് തന്നെ ഒരു ഐഡന്റിറ്റി റിവീൽ ചെയ്യുന്നതിന് അതിൻ്റെതായ ചില പരിമിതികൾ ഉള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബ്ലർ ചെയ്തുകൊണ്ടുള്ള ഒരു രൂപത്തിൽ നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എനിവേ, പലപ്പോഴും നമ്മുടെ സൊസൈറ്റിയിൽ ഇത്തരം വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ ആദ്യമായി തന്നെ ഏറ്റവും ആദ്യം അതിനോടുള്ള റിയാക്ഷനായിട്ട് വരുന്ന ഒരു കാര്യമാണ് അവർ അങ്ങനെ തന്നെയാണ്, അവർക്കൊരിക്കലും ആ രൂപത്തിലുള്ള ഒരു ചിന്തയിൽ നിന്നും ഒരു മാറ്റം സാധ്യമല്ല, ആ മാറ്റം സാധ്യമാണ് എന്ന് പറയുന്നത് തന്നെ ഒരു വലിയൊരു പ്രശ്നമാണ് എന്ന രൂപത്തിലൊക്കെയുള്ള റിയാക്ഷൻസ് ആണ് ഇങ്ങനെയുള്ള വിഷയങ്ങൾ സംസാരിച്ചു തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ലഭിക്കാറുള്ളത്. അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അതിൽ പിന്നെ അദ്ദേഹം ഇങ്ങനെ ഒരു സംസാരിക്കാൻ റെഡിയായി നമ്മളുടെ കൂടെ വന്നിരിക്കുകയാണ്. അപ്പം അങ്ങനെ മാറിയ ഒരാൾ അദ്ദേഹത്തിൻ്റെ ജീവിതം പറയുകയാണ്. എന്തായിരുന്നു ആ ജീവിതം, എങ്ങനെയാണ് ആ മാറ്റം സാധ്യമായത് എന്നുള്ള ഒരു ചർച്ചയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെയുള്ള ഒരു എത്തിനോട്ടമാണ് ഇന്ന് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ചർച്ചയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു അത്തരത്തിലുള്ളൊരു ജീവിതം നയിച്ച ഒരാളാണെന്ന് പറഞ്ഞു. എങ്ങനെയായിരുന്നു ഒരു കുട്ടിക്കാലം, അതിൽ നിന്നും ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് മാറിയത്, ഒരു ഓർമ്മ വെച്ച ഒരു കാലം എങ്ങനെയായിരുന്നു എന്നുള്ളത് പറഞ്ഞു തുടങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. എൻ്റെ കുട്ടിക്കാലം ഏകദേശം എല്ലാ ട്രാൻസ് കമ്മ്യൂണിറ്റിയിലോ അല്ലെങ്കിൽ ഗേ ആയിട്ട് ഇപ്പം ജീവിക്കുന്ന ആൾക്കാരും ഇപ്പോൾ എന്താ പറയുക, ഓൾറെഡി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരും, അതായത് ഇപ്പോൾ യങ്സ്റ്റേഴ്സിനെ ഉദ്ദേശിച്ചത്, പഴയ കാലത്തെ ആൾക്കാരും എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ കുട്ടിക്കാലത്തുള്ള പാരന്റിങ്ങിൽ വന്ന പോരായ്മകളെ കൊണ്ടുണ്ടാകുന്ന അവഗണനകളാണ്. അതായത് നമ്മൾ നേരിട്ട് കണ്ടു പഠിക്കുന്ന അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്ത് പഠിക്കുന്ന വ്യക്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കുമല്ലോ നോർമലി ഒരു പേഴ്സൺ ക്യാച്ച് ചെയ്യുന്നുണ്ടാവുക. പ്രത്യേകിച്ച് കുട്ടിക്കാലത്ത് ഇപ്പൊ നമ്മൾ എന്താണോ നമ്മളെ ഫ്രണ്ടിൽ ആരാണോ കാണിക്കുന്നത്, ചെയ്യുന്നത്, അതാണ് ഏത് കുട്ടിയും അന്നും ഇന്നും അത് ഒരേപോലെ തന്നെയാണ്. ഏതൊരു കുട്ടിയും അവന്റെ മുമ്പിൽ എന്താണോ കാണിക്കപ്പെടുന്നത് അതാണ് ക്യാച്ച് ചെയ്യുന്നത്, അത് കോപ്പി ചെയ്യുന്നതും അത് ആക്ട് ചെയ്യുന്നതും അങ്ങനെ തന്നെയാണ്. അപ്പൊ എന്റെ ലൈഫിലും അത് തന്നെ സംഭവിച്ചത്. ചെറുപ്പത്തില് ഞാൻ എന്താണോ കാണുന്നത്, അതായത് അതൊരു ക്യാരക്ടർ ഫോർമേഷൻ എങ്ങനെയാണോ നടക്കേണ്ടത്, ആ സമയത്ത് ഞാൻ കാണുന്നത് എൻ്റെ ഉമ്മാനെ മാത്രമാണ്. അതായത് സോഷ്യൽ കണക്ഷൻസിലോട്ടൊന്നും പോയില്ല ചെറുപ്പത്തില്. അതായത് നമ്മൾ മറ്റുള്ള കുട്ടികളുടെ കൂടെ കളിക്കുക, അവരുടെ കൂടെ ഇന്ററാക്ട് ചെയ്യുക, അതേപോലെ നമ്മുടെ ഫാമിലി സിബ്ലിങ്സിന്റെ കൂടെയുള്ള ഇന്ററാക്ഷൻ, ഇതൊക്കെ ഒരു പരിധിവരെ നമുക്ക് തടയപ്പെട്ടതുപോലെയാണ് ഉണ്ടായിട്ടുള്ളത്. അത് ഒരു പക്ഷേ പാരന്റ്സ് ഒരുപാട് ടേക്ക് കെയർ ചെയ്ത് അല്ലെങ്കിൽ ഒരു ഓവർ കോൺഷ്യസ് ആയിട്ട് നമ്മള് ഒരു